ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഡബിൾ ട്രബിൾ. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചാലഞ്ചാണ്. എന്താണ് ചാലഞ്ച്? എന്ത് ചാലഞ്ച്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ചാലഞ്ച് എന്താണെന്ന്. അതെ, ആദ്യം വെള്ളം കുടിച്ചു തീർക്കുന്നത് ആരാണോ അവരായിരിക്കും ചാലഞ്ചിൽ വിന്നർ. ചാലഞ്ച് എന്താണെന്ന് ഞങ്ങൾ പറയാം. ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഡു നോട്ട് ലാഫ് ചാലഞ്ച്. ചാലഞ്ചിന്റെ റൂൾസ് ഞാൻ പറയാം. കുപ്പിയിലെ വെള്ളം വായിലെടുക്കുക. വായിലെടുത്തതിന് ശേഷം നമ്മൾ ഫണ്ണി വീഡിയോസ് ഇവിടെ പ്ലേ ചെയ്യും. പ്ലേ ചെയ്തിട്ട് ചിരിക്കാം, ചിരിക്കാതിരിക്കാം. പക്ഷേ ചിരിക്കാതിരിക്കണം, അതാണ് ചാലഞ്ച്. നിങ്ങൾക്കുണ്ട് ചാലഞ്ച്. നമ്മളിവിടെ വീഡിയോസ് കാണിക്കുന്ന സെയിം ടൈമിൽ നിങ്ങൾ ഇതുപോലെ കുപ്പിയിൽ വെള്ളം എടുക്കുക, വീഡിയോ കാണുക. ചിരി വരുന്നെങ്കിൽ ചിരിച്ചോ. എത്ര പേര് ചിരിച്ചെന്ന് കമന്റ് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചാലഞ്ചിലോട്ട് കിടക്കാം. വായിലൊഴിക്കുകയാണ് ഗൈസ്. വീഡിയോ പ്ലേ ചെയ്യട്ടെ. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ട് ചിരി വന്നില്ല. ഇവിടെ നോക്കിയപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. ഇതിൽ ഞാനാണ് വിന്നർ, ബിക്കോസ് ഞാൻ തുപ്പിയില്ല. ഞാനാണ് വിന്നർ. അടുത്ത വീഡിയോയിലോട്ട് പോകും. ഇതത്ര ലോങ് വീഡിയോ അല്ല, ചെറിയൊരു ക്ലിപ്പാണ്. അതുകൊണ്ടായിരിക്കണം ചിരി വന്നില്ല. നിങ്ങൾ ചിരിച്ചു ഇല്ലെന്ന് കമന്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോ കാണാം. മറന്നുപോയി. Yes, we. हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंदी. സത്യം പറഞ്ഞാല് ഇത് നമുക്ക് ചില സമയം കാണുമ്പോൾ ചിരി വരും. ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരി വരും. പക്ഷേ പിന്നീട് ഒരു സൈഡ് ആലോചിക്കുമ്പോൾ ആ സെയിം സിറ്റുവേഷനിലുള്ളവരുടെ അവസ്ഥ ഇതായിരിക്കില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ചിരി വരുന്നത്. സത്യം എനിക്ക് ചിരി വന്നു. ഞാനാണ് ഇതിലും വിന്നർ, ബിക്കോസ് എന്നെ കൊണ്ട് ചിരിക്കാതിരിക്കും പറ്റും ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. My father is my role model and my hero. My father is a very hard worker. My father is my hero. She is my mother. My mother is a homemaker. My mother.
telling bad words and good words, good habits, bad habits. Over to school, I come to home. My mother say, eat snacks. No snacks, take money. You go buy snacks. First of all, my father, my mother tell thank you. And also, teachers also thank you. This opportunity give me. Thank you, and enough. ഇതിലൊരു കാര്യം മനസ്സിലായി. എനിക്ക് ഒന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാച്ച കണ്ടോണ്ടിരുന്ന അച്ഛൻ അമ്മ അവരുടെ അവസ്ഥ ഇല്ല, അവർക്ക് ഒരു അവസ്ഥയില്ല. കാരണം അവർക്ക് ഒന്നും മനസ്സിലായില്ല. ആ കൊച്ചു എന്ത് പറയുന്ന സത്യത്തിൽ ആ കൊച്ചിന് പോലെ മനസ്സിലാവുന്നില്ല. വിൽ ഡു ആഫ്റ്റർനൂൺ ഈവനിങ് മോർണിംഗ്. ഇതായിരുന്നു യു മണി ടേക്സ് നെക്ക്. താങ്ക് യു ടീച്ചർ. ടീച്ചറിന് അവൻ നന്ദി പറഞ്ഞു. അതായിരുന്നു അവൻ്റെ പ്ലസ് പോയിന്റ്. ടീച്ചറിന് നന്ദി പറഞ്ഞു. താങ്ക് യു ടീച്ചേഴ്സ്. അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എനിക്ക് തോന്നുന്നു അച്ഛനാണ് വീഡിയോ എടുക്കുന്നതെന്ന് തോന്നുന്നു. അച്ഛൻ വീഡിയോ എടുക്കുന്നുണ്ട്. മോനെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടാണ് തോന്നുന്നു. അവൻ എന്തോ പറയുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അത് നിൽക്കുന്ന അതിൻ്റെ അവരുടെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ பைத்தியமாயவன் ரொம்ப நேரம் நல்லா பேசிக்கிட்டான் ஐயா. இந்த ஊர்ல எவன் எந்த ரூபத்துல வர்றா எந்த ரூபத்துல போறான்னு சும்மா അപ്പുറത്ത് പോയി വീണ് അത് അവര് ചുമ്മാ മീൻസ് കളിക്ക് വേണ്ടി വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ ചവിട്ടിയപ്പോ എനിക്ക് തോന്നുന്നില്ല ഇത് വീഡിയോക്ക് വേണ്ടി കാരണം അപ്പുറത്ത് ചെന്ന് വീണ്. മീൻസ് ഇങ്ങനെയാണ്, എങ്ങനെ പറയണത്, ഇങ്ങനെ പോലും വീണില്ല. നമ്മള് ഈ വണ്ടർല വീഗാലാൻഡിലൊക്കെ പോകുമ്പോ നമ്മൾ ഇതേ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടാവും. ഇതെങ്ങനെ അതും അവനിങ്ങനെ തള്ളിയല്ല വിട്ടത്, കാലുകൊണ്ട് ചവിട്ടി എത്തണം. കുഴപ്പമില്ലായിരുന്നു. ചിരി വന്ന് ചെറുതായിട്ട് വന്ന് ചിരി വലിയ പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അടുത്ത हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? ഇതില് കണ്ടിട്ട് അവരെന്തിയേ താഴെയുള്ളവർ ഒരു 3-4 പേരുണ്ടായിരുന്നു ആ ബോട്ടില്. അവര് കാണാനില്ല. അവരുടെ മുകളിലാണ് ഈ ബോട്ട് ചെന്ന് ഇരുന്നത്. അപ്പൊ ആ സമയം ആ ബോട്ട് താഴെ പോയിട്ടുമില്ല, അവിടെയുള്ള ആൾക്കാരെയും കാണാനില്ല. മനസ്സിലാവുന്നില്ല. അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ജീവനോടുണ്ടോ എന്നാണുള്ള ഒരു ചോദ്യമാണ്. ഈ വീഡിയോ ആരെങ്കിലും നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു കാണുമെന്ന് അറിയാവുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ പോകാം നമുക്ക്. ആദ്യമായിട്ട് ഇത് കണ്ടപ്പോ എസ്കലേറ്ററിൽ ആദ്യമായിട്ട് കയറുന്നവരുടെ എക്സ്പീരിയൻസ് ആണ് കമന്റ് ആയിട്ട് വരേണ്ടത്. അവർക്ക് എന്താണ് എനിക്ക് അതാണ് തോന്നി. ആദ്യമായിട്ട് ഇതിൽ കയറുന്നവരുടെ ഒരു അനുഭവം മേ ബി ഇങ്ങനെ ആയിരിക്കും. അതെ, ഫസ്റ്റ് ടൈം ആര് കയറിയാലും നമുക്കൊരു ചെറിയ ഒരു പേടി ഉണ്ടായിരിക്കും. കൈ പിടിക്കണോ അല്ലെങ്കിൽ കാല് വെക്കണോ, അത് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ, വല്ലാത്തൊരു
കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക്. അപ്പോൾ അതാണ് ഇതിൽ കാണിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇത് കണ്ടപ്പോൾ മീൻസ് എക്സ്പീരിയൻസ് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്കലേറ്ററിൽ കയറുമ്പോഴുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ. എനിക്ക് പറ്റുന്നില്ല, കുറേ വെള്ളം കുടിച്ച് കുറേ വെള്ളം വെളിയിൽ പോയി. ഇല്ലേ കഴിഞ്ഞോ? ആ എനിക്ക് തോന്നുന്നു മീൻസ് മൈ ബഡ്ഡിക്ക് മനസ്സിലായില്ല തോന്നുന്നു. സത്യം എനിക്ക് മനസ്സിലായില്ല. ഇവള് ചിരിക്കുമ്പോൾ ഞാൻ ഇവള് നോക്കുന്നില്ല എന്തിരിക്കുന്ന ചിരിക്കാന്ന്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പുള്ളിക്കാരൻ്റെ വിഗ് ഇളകിപ്പോയതല്ല. ഒരാൾ റോഡിൽ നടന്നു പോകുന്ന ഒരാളുടെ കൊടയിൽ ആ വിഗ് പോയി. പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി ഇങ്ങനെ നോക്കുമ്പോൾ ക്യാമറ നോക്കുമ്പോഴാണ് ഇങ്ങനെ തലയിൽ തൊടുമ്പോഴാണ് വിഗ് കാണാതിരിക്കുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല, എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് എനിക്ക് ചിരി വരാത്തത്. അല്ലെങ്കിൽ ചിരി വരില്ല. ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഗൈസ്? നമ്മളിന്ന് വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ കണ്ടുള്ളൂ. കാരണം എന്ത്, ഫസ്റ്റ് ചാലഞ്ച് ആയതുകൊണ്ട്. അപ്പോൾ ഈ ചാലഞ്ചൊക്കെ കണ്ടിട്ട് ഇതിൽ ഇത്ര വീഡിയോസിൽ നിങ്ങൾക്ക് ഒത്തിരി ചിരി വന്ന വീഡിയോ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒട്ടും ചിരി വന്നില്ല എന്ന് തോന്നിക്കുന്ന വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റിൽ പറയുക, ഒപ്പം ലൈക്ക് ചെയ്യുക. ചെയ്യുക. പുതിയ ചാലഞ്ചും പുതിയ കണ്ടന്റോടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.